Firebollt COBRA 3499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു സ്പെക് വൈസും അതുപോലെ തന്നെ അവർ പറയുന്ന ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് 4999 പോകുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ 3500 രൂപയ്ക്ക് നമ്മൾ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് വർത്താണ്. പ്രത്യേകിച്ച് ആ ഒരു അഡ്വഞ്ചർ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററി പാറ്റേൺ ഒക്കെ ഉള്ള അല്ലെങ്കിൽ മിലിറ്ററി ടൈപ്പ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. കാരണം ആ ഒരു ഡിസൈനാണ്, കൂടാതെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഡിസൈനിൽ കാണുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് ഞാൻ ഓഫ് ചെയ്യും. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനും ഇതങ്ങോട്ട് 3500 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അടുത്ത് തന്നെ അങ്ങോട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ക്യാമോ ഗ്രീൻ, ക്യാമോ ബ്ലാക്ക്, ബ്ലാക്ക് ഗ്രീൻ എന്നിങ്ങനെ 4 കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. 4 കളറാണെങ്കിലും ഈ ഒരു ക്യാമോ ഗ്രീനും ക്യാമോ ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററി പാറ്റേൺ കൂടിയിട്ടാണ് വരുന്നത്. സോ അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ആ ഒരു കളേഴ്സിലേക്ക് പോകാം. അല്ലെങ്കിൽ ആ ഒരു പ്ലെയിൻ ഡിസൈൻ തന്നെ വേണം, ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വാച്ച് വേണമെങ്കിൽ ഉറപ്പായിട്ടും ബ്ലാക്ക് ഗ്രീൻ എന്നിങ്ങനെ മറ്റുള്ളതിലേക്കും ചൂസ് ചെയ്യാം. പിന്നെ ഇത് ഈ സ്ട്രാപ്പുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും അതും നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.78 ഇഞ്ചിന്റെ അമോലെഡ് അൾട്രാ ക്ലിയർ റെറ്റിന സ്ക്രീനോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. 368x368 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. കൂടാതെ 60 ഹെർട്സിന്റെ ഹൈ റിഫ്രഷ് റേറ്റും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. 32 ബിറ്റ്സിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് കേട്ടോ ഡിസ്പ്ലേ. അതിൽ വേറെ ഒരു സംശയമില്ല. 500 നിറ്റ്സ് പക്ഷേ ബ്രൈറ്റ്നസ് ഉള്ളൂ. നോർമലി നമുക്ക് എല്ലാത്തിലും കിട്ടുന്ന ഈ 500 നിറ്റ്സ് തന്നെയാണ്. പിന്നെ പലപ്പോഴും 550 അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മളെ ചാനൽ അൺബോക്സ് ചെയ്ത ബോൾട്ട് റോവറിലേക്ക് നോക്കുകയാണെങ്കിൽ 600 നിറ്റ്സ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു 600 ആണെങ്കിലും 550 ഒക്കെ ആണെങ്കിലും നമ്മൾ 100% ഇട്ട് കഴിഞ്ഞാലേ ഇവർ ഈ പറയുന്ന ബാറ്ററി ലൈഫിനേക്കാളും ഒക്കെ കൂടുതൽ കുറയും. എപ്പോഴും നമ്മളൊരു 20 to 40% ബ്രൈറ്റ്നസ് ഇടുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമുക്ക് എന്താ പറയുക ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കൂടാതെ ബാറ്ററി ലൈഫിലേക്ക് വരുവാണെങ്കിൽ 15 ഡേയ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്ന നോർമൽ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾ ഹെവി യൂസ് ചെയ്താലും 10 ഡേയ്സ് കമ്പനി അങ്ങോട്ട് ഷുവർ പറയുന്നുണ്ട്. കൂടാതെ 30 ഡേയ്സ് നമുക്ക് ബാറ്ററി സേവർ മോഡലും ഒക്കെ കിട്ടുന്നുണ്ട്. 10 ഡേയ്സ് ഹെവി മോഡൽ അവർ പറയുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമ്മൾ 500 നിറ്റ്സിൽ ഇട്ട് കഴിഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് വിത്ത് ഹൈഫൈ ഓഡിയോ കോളിംഗ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡയൽ ചെയ്തൊക്കെ വിളിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ മറ്റുള്ള എല്ലാ ഇവരുടെ തന്നെ വാച്ചുകളിലുള്ള പോലെ തന്നെ 1, 2, 3 സ്പോർട്സ് മോഡ്സ് ആണ് നമുക്ക് ഇതിനകത്തും അവൈലബിൾ ആകുന്നത്. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്, IP68 വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് ആയിട്ടുള്ള SpO2, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, ഫീമെയിൽ ഹെൽത്ത് കെയർ എല്ലാം തന്നെ ഇവിടെയുണ്ട്. കൂടാതെ ആ ഒരു സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. കൂടാതെ അലാംസ്, വെതർ, ക്ലോക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, മ്യൂസിക് കൺട്രോൾ ചെയ്യാം, A to Z കാര്യങ്ങൾ അതെല്ലാം പൊതുവെ മറ്റുള്ള എല്ലാ വാച്ചുകളിലും ഉള്ളത് ആ സാധനങ്ങളെല്ലാം തന്നെ ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എടുത്ത് പറയേണ്ട, അതായത് നമ്മൾ ഈ ഒരു 3500 രൂപയ്ക്ക് എന്തിനു വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻ, അതുപോലെ തന്നെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആ ഒരു ഡിസൈൻ തന്നെയാണ്, ആ ഒരു മിലിറ്ററി പാറ്റേൺ. പിന്നെ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇത് മിലിറ്ററി ഗ്രേഡ് ആണെന്നുള്ളത്. മിലിറ്ററി ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ക്വാളിറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് റഫ്യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അഡ്വഞ്ചറിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഒരു വാച്ച് എന്താ പറയുക നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഒരു 178 അമോലെഡ് ഡിസ്പ്ലേ വേണം. അതുപോലെ തന്നെ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, 32 ബിറ്റ്സ് കളേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തിലൊക്കെ ഡിസ്പ്ലേ ഒക്കെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് വേണം, ആ ഒരു ബിൽഡ് ക്വാളിറ്റി, ആ ഒരു പാറ്റേൺ, ഇതൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും 3500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു കോബ്ര വാങ്ങിക്കുന്നതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഫയർബോൾട്ട് കോബ്രയെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ഈ ഒരു പ്രോഡക്റ്റിന് അൺബോക്സിംഗ് ഞാൻ ഓവി കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കമന്റ് ആയിട്ട് ഇടണമെങ്കിൽ ഞാനും ഇന്ന് വാങ്ങിച്ചിട്ട് ഉറപ്പായിട്ടും 2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ DeepZstore ഇയർബഡുകളുടെ കേസസ് അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് മോഡൽസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ മോഡൽസിൻ്റെയും അടുത്ത് തന്നെ വരുന്നതാണ്. സോ നിങ്ങളുടെ ഏത് ഇയർബഡാണ് കയ്യിലുള്ളത് 3.3 mm തിക്നെസ്സോട് കൂടിയിട്ടാണ്, അതായത് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഇയർബഡിൻ്റെ കേസാണ് നമ്മുടെ DeepZstore അവൈലബിൾ ആയിട്ടുള്ളത്. സോ അവിടെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നില്ല, ഇൻസ്റ്റയിൽ പോയിട്ട് ആ ഒരു DeepZstore കോൺടാക്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ മോഡൽ അവൈലബിൾ ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.